ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. കഷ്ടതയാലുള്ള ഗുണങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ വിശുദ്ധീകരണവും 2 സഹിഷ്ണുതയും. കഷ്ടത നമ്മെ ശുദ്ധീകരണത്തേക്ക് നയിക്കുന്നു. കഷ്ടതയാൽ സഹിഷ്ണുതയുള്ളവാകുന്നു. അതുമാത്രമല്ല, കഷ്ടതയാൽ ഉളവാകുന്ന മറ്റൊരു വാക്യം തന്നെ ഞാൻ വായിക്കാം. മറ്റൊരു കാര്യം റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ 3-4 അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. നാം ചിന്തിച്ചു. സഹിഷ്ണുത അതോട് അതിൽ തന്നെ നിൽക്കുന്നില്ല, പിന്നെ സിദ്ധതയെ ഉളവാക്കുന്നു. ഈ മലയാളത്തിൽ പഴയ ഭാഷയാണ് സിദ്ധത. എന്നാൽ ഇംഗ്ലീഷിലെ മിക്ക ഭാഷാന്തരങ്ങളിലും വേറൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അർത്ഥം ശരി തന്നെയാണ്. ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം. അപ്പോൾ കഷ്ടത കൊണ്ട് ഉണ്ടാകുന്ന പ്രധാന കാര്യമാണ് സ്വഭാവ രൂപീകരണം. സഹിഷ്ണുത മാത്രമല്ല. അപ്പോൾ നാം ജന്മന നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആർജിച്ച സ്വഭാവമൊക്കെ ഉള്ളവരാണ്. സ്വഭാവം ജന്മനാ ഉള്ളതും പിന്നെ ആർജിതവും ഉണ്ടല്ലോ. നാം വീണ്ടും ജനിച്ചപ്പോൾ നാം എന്തിന് അവകാശികളായി? ജനനം മൂലമാണ് ഒരു സ്വഭാവം നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ദിവ്യ സ്വഭാവത്തിന് നാം പങ്കാളികളായി. ദിവ്യ സ്വഭാവത്തിന് പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം അതിലിങ്ങനെ പറയുന്നു: അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇംഗ്ലീഷിൽ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ. അപ്പോൾ നമ്മുടെ പ്രാകൃത സ്വഭാവം കൊണ്ട്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, 3 തരം സ്വഭാവത്തെക്കുറിച്ച് പുസ്തകത്തിലുണ്ട്. പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം, 2 ജഡികൻ്റെ സ്വഭാവം, ജഡസ്വഭാവം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലും അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ടല്ലോ. പിന്നെ ആത്മസ്വഭാവം. ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ ആത്മസ്വഭാവം എന്നാണ് അർത്ഥം. നേരത്തെ ജനിച്ച പോലെ അവൻ്റെ വിശുദ്ധി എന്ന് കാണുന്ന പോലെ തന്നെ ജനിപ്പിച്ചവൻ്റെ സ്വഭാവം ജനിച്ചവരിൽ കാണണം. നമുക്ക് ഇൻബോണായിട്ട് ജനനം മൂലം മാതാപിതാക്കളുടെ സ്വഭാവം ലഭിച്ചിരിക്കുന്ന പോലെ തന്നെ യേശുവിൻ്റെ രക്തത്താൽ, ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ദിവ്യ സ്വഭാവം നിർബന്ധം കാണും. അല്ലാത്തതെല്ലാം കൗലടയന്മാരാണ്. അപ്പോൾ ദിവ്യ സ്വഭാവം അത് നാം പ്രാപിക്കണം. സ്വഭാവം ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ വളർച്ച പ്രാപിക്കുന്നത്. സ്വഭാവം നമ്മിലുണ്ടെങ്കിലും അത് നാം വളരുന്ന സാഹചര്യത്തിനനുസരിച്ചിരിക്കും. മലീമസമായ സാഹചര്യങ്ങളിൽ വളർന്നവർ ഒരിക്കലും മാതാപിതാക്കളുടെ സ്വഭാവം അവർക്കുണ്ടെങ്കിലും അവരെ ആർജിത പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്ന സ്വഭാവം അവരുടെ സ്വഭാവത്തെ മലിനപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ ജനിച്ചവർ ലോകത്തിൽ മോഹത്തിൽ കുടുങ്ങി ജഡികന്മാരായി മാറി ജഡത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയാൽ അവരുടെ കാര്യം അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ. അപ്പം നാം ആത്മസ്വഭാവമുള്ളവരായിത്തീരണം, അല്ലെങ്കിൽ ദിവ്യ സ്വഭാവമുള്ളവരായിത്തീരണം. അത് സ്വഭാവ വളർച്ച നമ്മൾ സംഭവിക്കുന്നത്, അതിന് നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് കഷ്ടത.
കഷ്ടതയിൽ കൂടെ നാം രൂപാന്തരപ്പെടുന്നു. ആദ്യം വായിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇതെല്ലാം പരസ്പര ബന്ധമുള്ളതാണല്ലോ. ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും. അപ്പോൾ പിന്നെയും പിന്നെയും ഊതിക്കഴിക്കുന്ന പോലെ ഒരു കൊല്ലൻ ഒരു ഉപകരണം നന്നായി ആക്കിയെടുക്കാൻ ഒറ്റ അടി കൊണ്ട് ഒരിക്കലും ഒരു ബ്ലാക്ക് സ്മിത്തിന് അല്ലെങ്കിൽ കൊല്ലന് ഒരു ആയുധമുണ്ടാക്കാൻ സാധിക്കത്തില്ല. പിന്നെ എത്രയോ പ്രാവശ്യം അവനെ തീയിൽ ഉലയിൽ വെച്ചൊരുക്കി അതിനെ അടിച്ച് പാകപ്പെടുത്തി എന്തെല്ലാം പ്രക്രിയ അവനതിൽ നടത്തിയിട്ടാണ് നല്ല മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ സംഭവിക്കാം. നല്ല ശില്പിയായ കർത്താവ് നമ്മെ അതിനെ അനുവദിക്കുന്നു. കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കഷ്ടതകൾ കൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നാം സഹിഷ്ണുള്ളവരാകുന്ന മാത്രമല്ല, നാം ശുദ്ധതയുള്ളവരായിത്തീരുന്നു. തന്മൂലം ദിവ്യ സ്വഭാവം നമ്മിൽ രൂപപ്പെടുന്നു. അല്ലെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധി മാത്രമല്ല, കർത്താവിൻ്റെ അനുസരണം, കർത്താവിൻ്റെ താഴ്മ, ദൈവസ്നേഹം, ഇതൊക്കെ നാം പ്രാപിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മാർഗമാണ് കഷ്ടത. അപ്പോൾ നമ്മെ നശിപ്പിക്കാനല്ല, ആധുനിക ഉപദേശങ്ങൾ ജനത്തെ വഞ്ചിക്കുന്നത് പോലെ നമ്മെ നശിപ്പിക്കാനല്ല, പിന്നെയോ നമ്മുടെ ദിവ്യ സ്വഭാവം നമ്മൾ ഉടലെടുക്കുവാൻ, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിച്ച് ശ്രേഷ്ഠരായി ഉത്തമരായി നാം തീരുവാൻ കർത്താവ് ഉപയോഗിക്കുന്നതാണ് കഷ്ടത. ഞാൻ എൻ്റെ വാക്ക് പറയുന്നതല്ല, ഞാൻ സിദ്ധത എന്ന വാക്ക് പഴയ മലയാളമാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും. ഞാൻ ധാരാളം ഒരു 10-20 ഇംഗ്ലീഷ് വേർഷൻ നോക്കിയപ്പോൾ ഭൂരിപക്ഷം എണ്ണത്തിലും കാണുന്നത് ക്യാരക്ടർ, ശരിയത, സിദ്ധത, ജയിക്കുക, സിദ്ധത പ്രാപിക്കുക. അതിൻ്റെ അർത്ഥം തന്നെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയാൽ നല്ല ഉരുളൻ കല്ലുകളാണ്. ഈ അരുവികളിലൊക്കെ ചെന്നാൽ എല്ലായിടത്തും കാണാം ഉരുളൻ കല്ലുകൾ. അത് ആരും ആഗ്രഹിച്ചു പോകും. ചിലർ ഉരുളൻ കല്ലുകൾ ആ കല്ല് പെറുക്കി അവരുടെ ലിവിങ് റൂമിൽ പോലും ഉപയോഗിക്കാറുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് കാരണം അതിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. പല ഷേപ്പിലുള്ളതുകൊണ്ടാണ്. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത് അങ്ങനെ ആ ഷേപ്പ് പ്രാപിച്ചതല്ല. പിന്നെ എത്രയോ നല്ല മൂർത്ത പാറക്കഷ്ണങ്ങളായിരുന്നു. അത് കല്ല് ഒഴുകി വരുന്ന പ്രക്രിയയിൽ ഓരോ കല്ലിൽ തട്ടി ആ വെള്ളം അതിൻ്റെ പുറത്തോട് ഒഴുകി. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഒറ്റ ദിവസം കൊണ്ടല്ല, പലനേക നാളുകൾ കൊണ്ട് അതിനെ ആ മുനയെല്ലാം മാറി. എന്തിനു പറയുന്നു, അതൊരു തികച്ചും രൂപാന്തരപ്പെട്ട് നല്ല ഉരുളൻ കല്ലുകളായി മാറി. ഇപ്പോൾ ആർക്കും അതിഷ്ടമാണ്. ഒരിക്കൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു സ്ഥലത്ത് എനിക്ക് പ്രിയപ്പെട്ട ചെല്ലുമായിട്ട് ഞാൻ പോയപ്പോൾ ഇങ്ങനെ ഉരുളൻ കല്ലുകൾ കണ്ടിട്ട്, മിനുസമുള്ള കല്ലുകൾ കണ്ടിട്ട് അവർക്ക് പോരാൻ മനസ്സില്ല. കുറേയേറെ പെറുക്കിയെടുത്തു. ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് കുറേയേറെ. കാരണം അത്ര ആകർഷകമാണ്. സൈസാണ്, ചിലത് തീരെ ചെറുത്, ചിലത് വലുത്, വിവിധ ആകൃതിയിലുള്ളതുണ്ട്. ഇതുപോലെ തന്നെ എന്തുകൊണ്ടത് ഉള്ളനായത് ഞാനെന്താ പറഞ്ഞേ, കല്ലിൽ തട്ടി ഒഴുകി അതിൻ്റെ മുനയും തുമ്പും എല്ലാം മാറി. എന്തിനു പറയുന്നു, അത് നല്ല ആകർഷകമായ വസ്തുവായി മാറി. അപ്പോൾ ഇതേപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത പല സാഹചര്യങ്ങളിൽ കൂടെ കർത്താവ് നമ്മെ കടത്തി വിട്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു, സ്വഭാവം രൂപാന്തരപ്പെടുന്നു, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. പുതിയ സൃഷ്ടിയായില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 54 വർഷമായല്ലോ കർത്താവിനെ സേവിക്കുന്നു. അതിൽ 1970 രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 55 വയസ്സിലോട്ട് കയറാൻ പോവുക. ഈ ഓഗസ്റ്റിൽ 55 ഞാൻ കയറും. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് രക്ഷിക്കപ്പെട്ടു. രക്ഷാനിർണയം എനിക്കുണ്ടായില്ലെന്ന് പറയുന്നില്ല. ഞാൻ ദൈവത്തിലായി സാക്ഷി പറയും, ആരാധനയിൽ കൂടും, ദൈവത്തെ ധാരാളമായി വായിക്കും,
പ്രാർത്ഥിക്കും, പക്ഷേ പല കാര്യത്തും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റെ. ഇപ്പോഴും വലിയ കുറവൊന്നും ഇല്ല, എന്നാലും ഒത്തിരി മാറി. എന്ത് കാര്യത്തിൽ പൊട്ടിത്തെറിക്കും. ഞാൻ തന്നെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാം. ഒരു മുള്ളിൻ്റെ അടുക്കൽ വരുന്ന പോലായിരുന്നു എൻ്റെ അടുത്ത് വന്നാൽ മുള്ളിനെ പിടിക്കുന്ന എങ്ങനെയിരിക്കും, അതുപോലായിരുന്നു ഞാൻ ആദ്യത്തിൽ. വിശ്വാസിയാ. എനിക്ക് തന്നെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലജ്ജ തോന്നി. പാവം ചെയ്യുന്നില്ല, അങ്ങനല്ല പറഞ്ഞ്. പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ ഈ എന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കുന്ന മുൻകോപം വരുന്ന വല്ലാത്ത അവസ്ഥകളുണ്ടായിരുന്നു. എത്രയോ അത് ഈ നിലയ്ക്ക് വളരെ പ്രാർത്ഥിച്ചു, വളരെ ഉപസിച്ചു, പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. മാത്രമല്ല, ചിലപ്പോൾ ഞാൻ നിസ്സാര കാര്യത്തിൽ തളരുമായിരുന്നു, നിസ്സാര കാര്യത്തിന് ഞാൻ പിറുപിറുക്കുമായിരുന്നു. ആരംഭത്തിലാട്ടോ, ഇപ്പോഴല്ല. പക്ഷേ കർത്താവിനെ കൈവിട്ടില്ല. അതെല്ലാം സഹിച്ച് പലരും കൂടെ എന്നെ കടത്തി വിട്ടു, പല പ്രശ്നങ്ങളിൽ കൂടെ കടത്തി വിട്ടു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ പ്രതികൂലം വരുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് പരിഹസിച്ചാൽ, ആരെങ്കിലും ഒന്ന് നിന്ദിച്ചാൽ, ആരെങ്കിലും ഒന്ന് കളിയാക്കി ഞാൻ സഹിക്കുകയില്ല. മറുപടിയും പറഞ്ഞ് അതിൻ്റെ അപ്പുറവും പറഞ്ഞ് ഞാൻ ഒതുങ്ങത്തുള്ളായിരുന്നു. ആര് പറഞ്ഞാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം സ്വഭാവത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവ് പലവിധ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് കൂടെ കടത്തിവിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തി. ഒറ്റ ദിവസം കൊണ്ട് അത് മാറ്റാൻ കർത്താവിന് കഴിയാഞ്ഞല്ല. ചില കാര്യങ്ങൾ പുതിയ സൃഷ്ടിയാക്കി, പക്ഷേ എന്നെ രൂപാന്തരപ്പെടുത്തി. ഇതുപോലെ ദിവ്യ സ്വഭാവം പ്രാപിപ്പാൻ ഈ ഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ സ്വഭാവവും രൂപപ്പെടുന്നത് ഒരു പുരുഷപ്രായത്തിൽ എത്തുന്നതുകൊണ്ട് ആയില്ലല്ലോ, അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്ക് മാത്രമായില്ലല്ലോ. പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നത്. ഇതുപോലെ ആത്മീയ ജീവിതത്തിലും പല പ്രക്രിയകളിൽ കൂടെ കർത്താവ് കടത്തിവിട്ട് ഇങ്ങനെ പ്രതികൂലങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ നമ്മെ കടത്തിവിട്ട് ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ടായി. സഹനത്തിന് ശക്തിയുള്ളവരായി പിന്നെ ദിവ്യ സ്വഭാവത്തിൻ്റെ ആ പങ്കാളിത്തം പ്രാപിക്കും. ദിവ്യ സ്വഭാവം അത് തന്നെ നാം അനുഭവിക്കുന്നു. ശാന്തമായി ചിന്തിച്ചാൽ മനസ്സിലാകും. ദിവ്യ സ്വഭാവം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദിവ്യ സ്വഭാവമുള്ളവരായി നാം മാറുക. തീർച്ചയായിട്ടും കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നു. വെറുതെ ആകത്തില്ല. വെറുതെ അല്ല പൗലോസ് പറഞ്ഞ് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത ഉളവാക്കുന്നു. അപ്പോൾ മൂന്നാമത് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ നാനാപരീക്ഷകൾ കൂടെ നാം കടന്നുപോയി. അവയെ അതിജീവനം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റം നമുക്കുണ്ടാകുന്നു. നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് ഓരോന്നും വിവരിക്കാനാണെങ്കിൽ അനേക സമയം എടുക്കേണ്ടത്. ഞാനത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, സൂചിപ്പിച്ച് വിടുന്നു എന്ന് മാത്രമല്ല സ്വഭാവ രൂപീകരണം മാത്രമല്ല സംഭവിക്കുന്നത്. പിന്നെ പൗലോസ് അവിടെ തന്നെ പറയുന്നു, വേറൊരു കാര്യം കൂടെ നടക്കുന്നു. കർഷത സഹിഷ്ണുതയും, സഹിഷ്ണുത പ്രത്യാശയും, സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. എന്താ, രക്ഷിക്കപ്പെട്ട ഉടനെ പ്രത്യാശയുള്ളവനാകുന്നില്ലേ? ശരിയാ, സമ്മതിക്കുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിത പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള സഹിഷ്ണുത, അല്ലെങ്കിൽ അതിജീവന ശക്തി നാം പ്രാപിച്ച്, മറ്റു വാക്കിൽ പറഞ്ഞാൽ പൗലോസിനോട് ചോദിച്ചാൽ താൻ പറയും, ഈ കഷ്ടങ്ങൾ സാരമില്ല. എന്തുകൊണ്ട്? പലവിധ സാഹചര്യങ്ങളിൽ കൂടെ താൻ കടന്നുപോയി. നാം മുൻപൊരിക്കൽ വായിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു.
അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിജീവനത്തിലുള്ള ശക്തി പ്രാപിക്കുന്നു. അതിജീവനത്തിലുള്ള ശക്തി ആർജിച്ച് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നു, നാം ശ്രദ്ധ പ്രാപിക്കുന്നു. അതിൻ്റെ ഫലമായി മറ്റൊരു കാര്യം കൂടെ ഉണ്ടാകുന്നു. അതാ അപ്പോസ്തലൻ പറഞ്ഞത് പ്രത്യാശ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത ശ്രദ്ധതയും, ശ്രദ്ധ പ്രത്യാശയെ ഉളവാക്കുന്നു. ഈ മൂന്ന് കാര്യത്തിനും അടിസ്ഥാനം കഷ്ടതയാണ്. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് തുടർന്നുള്ള മൂന്ന് കാര്യം ഉണ്ടാകുന്നത്. സഹിഷ്ണുതയില്ലാതെ ശ്രദ്ധതയുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സഹിഷ്ണുതയില്ലാതെ അതിജീവന ശക്തിയില്ലാതെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നില്ല. സ്വഭാവ രൂപീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രത്യാശയും വർദ്ധിക്കുന്നുള്ളൂ. ഇതിനെല്ലാം കാരണം കഷ്ടതയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ അനുഭവമാണ് പ്രത്യാശ. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു, അത് ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ വിഷയം പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇന്ന് കഷ്ടത വരികയില്ല എന്ന് പറയുന്നവർ എന്തിൻ്റെ വെളിച്ചത്തിലാണോ അങ്ങനെ പറയുന്നത്? നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ട്? പ്രത്യാശ ഉളവാക്കുന്നു. അപ്പോൾ കൃഷി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് പ്രത്യാശ. എന്തുകൊണ്ടാണ്? എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. നങ്കൂരം കപ്പലുകളെ ഉറപ്പിക്കാനുള്ള സാധനം. പ്രക്ഷുബ്ധമായ നങ്കൂരത്തിൻ്റെ ഉപയോഗം ശാന്തമായ കാലഘട്ടത്തിലല്ലോ. പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ കടൽ ഇളകി മറിയുമ്പോൾ കപ്പലിനെ ഉറപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്നതാണല്ലോ നങ്കൂരം. കഴിഞ്ഞിടയ്ക്ക് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഒരു കപ്പലിൻ്റെ നങ്കൂരത്തിൻ്റെ വെയിറ്റും അതിനെ ഇറക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമൊക്കെ ഞാൻ കണ്ടു. ഞാൻ അതിശയിച്ചു പോയി. പഴയ കാലത്തല്ലോ അതിൽ അത്രയില്ലായിരുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ അമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ടു എന്ന് കാണാം. അപ്പോൾ ഉറപ്പിച്ച് നിർത്താൻ, ഇളകി മറിയുമ്പോഴും കപ്പൽ ഇളകാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ നങ്കൂരം. അപ്പോൾ പ്രത്യാശ ഉളവാക്കുന്നു. എന്താ? എല്ലാം ഇളകി മറിയുമ്പോഴും. 46-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മുടെ സംഗീതം ബലമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി മാറിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടില്ല. കാരണം നങ്കൂരം കയ്യിലോ എല്ലാം ഇളകിയാലും ഞാൻ ഇളകത്തില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട്. മാത്രമല്ല തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് നമ്മെ ജീവനുള്ള പ്രത്യാശിക്കാന്ന്. അപ്പോൾ പ്രത്യാശ വർദ്ധിക്കുന്നത്, പ്രത്യാശയ്ക്ക് എന്താ പറയുക, ഷാർപ്പൻ ചെയ്യുന്ന അല്ലെങ്കിൽ മൂർച്ച കൂട്ടുന്നത്, പ്രത്യാശയെ സജീവമാക്കുന്നത് കർഷക നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്. ഇത് പറഞ്ഞായിരുന്നല്ലോ, കുഴിൽ താഴിൽ കൂടെ നടന്നാലും ഒരാൾ തോമ്പി അടിക്കില്ല. കാരണം നീ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. യെരമ്യ പറഞ്ഞു, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ കൂടുണ്ട്, ഞാൻ പേടിക്കില്ല. ഇതെല്ലാം എനിക്ക് നന്മയ്ക്കായിട്ടാണ്. എനിക്ക് ദോഷം ചെയ്യാൻ ഒരു ശക്തിയും കഴിയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്ന റോമാലേഖനത്തിൽ അപ്പോസ്തലൻ ചോദിച്ച പോലെ എന്ത് പ്രതിസന്ധി മാറട്ടെ, എന്ത് പ്രശ്നവും മാറട്ടെ, എന്ത് പോരാട്ടവും മാറട്ടെ, സാരമില്ല. കാരണം അകത്തൊരു പ്രത്യാശ വർദ്ധിക്കുന്നു.
മാത്രമല്ല പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അത് പഴയ തലമയിൽ എങ്ങനെയെങ്കിൽ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. ദൈവവചനത്തിൻ്റെ പ്രത്യാശ എന്ത് സാഹചര്യത്തിലും അവനെ ധൈര്യപ്പെടുത്തുന്നു. നങ്കൂരമായി അവൻ്റെ പടകിനെ ഉറപ്പിച്ച് നിർത്തുന്നു. കറ്റടിച്ചാലും കടൽ ഇളകിയാലും ഇപ്പോൾ മുങ്ങുമെന്ന് തോന്നിയാലും ഒരു കുഴപ്പമില്ല, അതിനെ ഉറപ്പിച്ച് ഈ കപ്പൽ മുങ്ങത്തില്ല. കാരണം അതിൻ്റെ ഉടയവൻ എന്നിലുണ്ട്, അതിൻ്റെ ഉടയവൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധം കർഷകർ നടുവിൽ കൂടെ പോകുമ്പോൾ എൻ്റെ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ റോമിലേക്കുള്ള പൗലോസിൻ്റെ യാത്രയെ കുറിച്ച് കാണാമല്ലോ. ലൂക്കോസ് അത് വളരെ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 14 രാപ്പകൽ സൂര്യനെ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശയിൽ നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരുന്ന മനുഷ്യരുടെ മുൻപിൽ പൗലോസ് ധൈര്യത്തോടെ നിൽക്കുന്നു. ഒരു കുലുക്കവുമില്ല, ഒരു കൂസലുമില്ല, ഒരു തളർച്ചയുമില്ല, ഒരു ക്ഷീണവുമില്ല. എന്താ കാരണം? ഭംഗം വരാത്ത പ്രത്യാശ. കാരണം അവനോട് കർത്താവ് പറഞ്ഞ റോമിൽ യെരുശലേമിൽ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും എന്നെ മുക്കുകയില്ല, ഇതൊന്നും എന്നെ തളർത്തുകയില്ല. എന്നോട് പറഞ്ഞവൻ ബോഷ്ക്ക് പറയുന്നവനല്ല, എന്നോട് പറഞ്ഞവൻ സാധാരണക്കാരനല്ല, അവൻ അല്ലിച്ചത് നിവർത്തിപ്പാൻ ശക്തനാണ്. ചുരുക്കി പറഞ്ഞാൽ 276 പേരും കൊണ്ട് ആ കപ്പൽ നീങ്ങുമ്പോൾ അവരെല്ലാവരെയും 275 പേരും പട്ടിണി കിടക്കുമ്പോൾ അവരെ കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തി, അവരെ ഉറപ്പിച്ച്, അവരെ കപ്പലിൻ്റെ ക്യാപ്റ്റനുള്ള ജോലി അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള ജോലി തടവുകാരനായ പൗലോസ് ഏറ്റെടുത്തു. കാരണം എന്ത്? അവൻ്റെ കൊണ്ടുള്ള ദൈവകൃപ. പലതും എൻ്റെ കർത്താവ് കൂട്ടുണ്ടെങ്കിൽ അവിടെ പൗലോസ് പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിന് ഒരു പിടിയുണ്ട്. അത് സാധാരണ പിടിയല്ല, അത്യുന്നതങ്ങളുള്ള പിടി. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ അവനെന്തോ പാലിക്കും. പ്രിയമുള്ളവരെ, നാം വിശ്വാസികളെന്ന് പറയുന്നു. എന്നാൽ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, സാഹചര്യങ്ങളുടെ മുഖത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവശരായി നാം മാറുന്നു. അതോ എൻ്റെ കർത്താവ് കൂടുണ്ട്? അല്ലെങ്കിൽ നാം ചിന്തിച്ച വിഷയങ്ങളുള്ള ബന്ധത്തിൽ നാം കർഷകരുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒന്നൊന്ന് വിശദീകരണം പ്രാപിച്ച് നാം നമ്മുടെ പോരായ്മകൾ കണ്ടുപിടിച്ചവയെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ആ 110-ാം സംഘടനയിൽ പറഞ്ഞ പോലെ കർഷകയിലാകുന്നതിന് മുമ്പേ തെറ്റിപ്പോയി. എന്നാൽ ഇപ്പോഴോ ഞാൻ വചനം പ്രമാണിക്കുന്നു. അതിൻ്റെ അർത്ഥം കർഷകയിലാകുന്നതിന് മുമ്പല്ലേ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ സഹിഷ്ണുതയോടെ ദിവ്യ സ്വഭാവത്തിന് കുടവാശായത് മാത്രമല്ല, ആ സ്വഭാവത്തിൽ വളർന്ന് ആ പ്രത്യാശ നമ്മൾ വർദ്ധിക്കുമ്പോൾ ഒരിക്കലും നാം തളരുകയില്ല, ഒരിക്കലും നാം ക്ഷീണിക്കുകയില്ല, ഒരിക്കലും നാം ചുളിപ്പോകത്തില്ല, ഒരു ശക്തിക്കും നമ്മെ അവശരാക്കുവാൻ സാധ്യമല്ല. ഞാൻ സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ട്, ക്ഷമിക്കണം. ഇപ്പോൾ ഒരു നായയുടെ കയ്യിൽ പൊതിക്കാത്ത ഒരു തേങ്ങ എൻ്റെ മുന്നേ ഇട്ട് കൊടുക്കുക, അവനത് കഴിച്ചു നോക്കും, തട്ടി നോക്കും, ഒരു കുഴപ്പവും വരികയില്ല. അവൻ്റെ പല്ലിന് കേടുപറ്റുന്നതല്ലാതെ അതിനൊരു കുഴപ്പവും ഉണ്ടാകില്ല. സാധാരണ പറയാറുണ്ട്, നായുടെ കൈ പൊതിയാത്ത തേങ്ങ കിട്ടിയ പോലെ ആയിരിക്കണം വിശ്വാസിയെന്ന്. വിശ്വാസി പിശാചിൻ്റെ കയ്യിൽ ഒന്നും ചെയ്യാൻ ദുഷ്ടന് സാധ്യമല്ല. കാരണം ആത്മാവിൻ്റെ നങ്കൂരമായ പ്രത്യാശ, എന്നെ വിളിച്ചത്, എന്നെ രക്ഷിച്ചത് സാധാരണക്കാരനല്ല, എന്നെ തിരഞ്ഞെടുത്തത് സാധാരണക്കാരനല്ല, എന്നെ വിളിച്ചത് വഴിയിൽ അവസാനിക്കാനല്ല.
പിന്നെ എന്നെ വിളിച്ചത് എൻ്റെ കർത്താവ് എവിടെയിരിക്കുന്നോ അവിടെ അവനോടുകൂടി ഇരിക്കാനാണ്. അപ്പോൾ അവിടെ എത്തുന്നത് വരെ എൻ്റെ സകല കാര്യങ്ങളിലും അവന് ഉത്തരവാദിത്വം ഉണ്ടാകുന്നുള്ള ബോധം വിശ്വാസിക്ക് വേണം. അതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നാം കഠിന ശോധനയിലും ഇല്ല മക്ദോന്യ സഭ ചെയ്തതുപോലെ സന്തോഷത്തോടെ ജീവിക്കും. റോമിലെ തടവറയിൽ കിടന്ന പൗലോസ് പറഞ്ഞല്ലോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ അടുത്ത കഷ്ടത കൊണ്ടുള്ള അടുത്ത ഗുണം ഇതാണ് പ്രത്യാശ. ഭംഗം വരാത്ത പ്രത്യാശ, നിരാശപ്പെടുത്താത്ത തളർത്താത്ത പ്രത്യാശ. യോബിനോട് ചോദിച്ചാൽ അവൻ പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വീണ്ടെടുപ്പാൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസ്വഹിതനായി അവനെ കാണും, അല്ലെങ്കിൽ ഈ ദേഹത്തിൽ നിന്ന് അവനെ കാണും. എത്ര വലിയ ധൈര്യമാണ്! പ്രശ്നങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിശാച് അവന് മുന്നേ തോറ്റുപോയല്ലോ. ഇന്ന് സാത്താൻ നമ്മുടെ മുന്നേ തോൽക്കുമോ? അതോ അവൻ്റെ കയ്യിലാകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയതിൻ്റെ കൂട്ട് വഴിമധ്യേ അവശരായി കിടക്കുന്ന അവസ്ഥയോ നമുക്ക്? അപ്പോൾ കഷ്ടത നഷ്ടമല്ല, ശാപമല്ല, അനുഗ്രഹമാണ്. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ശുദ്ധീകരണം പ്രാപിക്കുകയുള്ളൂ. കഷ്ടതയിൽ കൂടെ മാത്രമേ അതിജീവന ശക്തി അല്ലെങ്കിൽ സഹിഷ്ണുത കിട്ടുകയുള്ളൂ. കഷ്ടതയിൽ കൂടെ മാത്രമേ സ്വഭാവ രൂപീകരണം സാധിക്കുകയുള്ളൂ. ദിവ്യ സ്വഭാവത്തിന് അവകാശിയായെങ്കിലും സ്വഭാവത്തിൽ വളർന്ന് അവൻ്റെ സ്വഭാവം ഉള്ളവണ്ണം നമ്മൾ വെളിപ്പെടണമെങ്കിൽ കഷ്ടത കൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. മാത്രമല്ല പ്രത്യാശ, ഭംഗം വരാത്ത നങ്കൂരമായ ജീവനുള്ള പ്രത്യാശയുള്ളവരായി നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കഷ്ടതയിൽ കൂടെ പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നാം 4 കാര്യങ്ങളെ ചിന്തിച്ചുള്ളൂ. 4 കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ തന്നെ കഷ്ടതയുടെ ഗുണം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ നാളുകൾ കർത്താവ് തരുന്ന എല്ലാ സാഹചര്യത്തിലും സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അത് മാത്രമല്ല, ഇനിയും അനേക കാര്യങ്ങളുണ്ട്. ഒരു 10-15 കാര്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. എല്ലാമൊന്നും പങ്കുവച്ച് ഞാനെല്ലാം സംക്ഷിപ്തമാക്കി പങ്കുവെക്കാൻ ഇനിയുള്ള വീഡിയോകളിലും പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. ഈ 4 കാര്യങ്ങൾ നാം ചിന്തിച്ചത് 2 വീഡിയോയിലായിട്ട് നാം ചിന്തിച്ച 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പഠിച്ചു നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അവൻ ഊതിക്കഴിച്ച് കൂടുതൽ പ്രകാശമുള്ളതാക്കുന്നു, കൂടുതൽ ശുദ്ധിയുള്ളതാക്കുന്നു. വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ ചിലപ്പോൾ ഊതിക്കഴിച്ചേക്കാം. കഷ്ടതയിൽ കൂടെ നമ്മെ കടത്തിവിട്ട് അതിനെ അതിജീവിക്കത്തക്ക സഹന ശക്തിയുള്ളവരാക്കി നമ്മെ തീർക്കുമോ? കഷ്ടത നമ്മുടെ സ്വഭാവത്തെ, ദിവ്യ സ്വഭാവത്തെ, നമ്മുടെ ഇൻബോണായ ദിവ്യ സ്വഭാവത്തെ അത് ഒന്നൊന്ന് വളർത്തി അവനോട് അനുരൂപരായി തീരുവാൻ നമുക്ക് ഇടയാക്കുമോ? മാത്രമല്ല, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നു. നമ്മൾ ഏതിനായി പ്രത്യാശിക്കുന്നു? കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതായി പ്രത്യാശിക്കുന്നെങ്കിൽ അത് വെറുതെ. പിന്നെയോ നമുക്കൊരു നിലനിൽക്കുന്ന ആത്മാവിൻ്റെ നങ്കൂരമായ എല്ലാം ഇളകി മറിയാത്ത തളരാത്ത ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു സാധാരണക്കാരനല്ല, സാക്ഷാൽ നമ്മുടെ കർത്താവാണ്. അവനൊരു പ്രത്യാശ വെച്ച് അവനായി കാത്തിരുന്ന് റോമാലേഖനം 5-ാമത്തെ 13-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രത്യാശ നൽകുന്ന ദൈവം, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. റോമിലെ വിശ്വാസികൾക്ക് അത്ര സംഭവിക്കുക എന്താ? നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. സമൃദ്ധി
കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത ശുദ്ധതയെ, ശുദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അപ്പോൾ പ്രത്യാശ ഉളവാകണമെങ്കിൽ കഷ്ടത വേണം. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും അതുപോലെ പ്രത്യാശാപൂർണമായതായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. എങ്കിൽ പ്രത്യാശപൂർണമാകണമെങ്കിൽ നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകണം. ദൈവം തരുന്ന പണ്ട് കൊച്ചൊന്ന് ഉപദേശിച്ച് പാടിയതുപോലെ തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തി താന്ന് പാടിയതുപോലെ പ്രാപ്തി പ്രാപിച്ച് കഷ്ടതയിൽ തിരിഞ്ഞ് അല്ലെങ്കിൽ കഷ്ടങ്ങൾ കർത്താവിനെ സ്തുതിച്ച് ധൈര്യപ്പെട്ട പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണ് ചിന്തിപ്പാൻ അവിടെ സഹായിച്ചല്ലോ. കഷ്ടത കൊണ്ട് കർത്താവ് ഞങ്ങളുടെ സ്വഭാവ രൂപീകരണം മാത്രമല്ലല്ലോ, കഷ്ടത ഞങ്ങളുടെ പ്രത്യാശ നൽകുന്നല്ലോ. ആത്മാവിൻ്റെ നങ്കൂരമായ പ്രത്യാശ ഞങ്ങൾ വർദ്ധിച്ച് അതിനാൽ നിറഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ തന്നെ കണ്ടെത്തി ഞങ്ങളെ എന്തുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് ഈ സാഹചര്യം കൂടെ നടത്തുന്നു എന്ന് കണ്ടെത്തി മനസാന്തരപ്പെട്ട് അങ്ങോട്ട് അടുക്കുവാൻ അത് ഞങ്ങളെ ദിവ്യസ്വഭാവത്തിന് പങ്കാളികളാക്കി തീർത്തു. കർത്താവെ, ഉന്നതമായ പ്രത്യാശയുള്ളവരായി ധൈര്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.